ഹലോ മച്ചാമാരെ, അപ്പം നമ്മൾ ഇന്ന് വന്നേക്കണത് ഗ്രാനി 2 ആയിട്ടാണ്. ഇത് അപ്പാപ്പനും അമ്മാമയെ എന്താ ചെയ്യണേന്ന് അറിഞ്ഞൂടാ. അപ്പം എല്ലാവർക്കും കളിച്ച് എന്താണ് വാ. ഗൈസ് അങ്ങനെ നമ്മ കളിയിലേക്ക് കയറിയിട്ടുണ്ട്. ഇത് ഇവിടെ കട്ടിലൊക്കെ കാണിക്കുന്നുണ്ട്. കട്ടിലൊന്നുമല്ല, ഒരു മരപ്പലകയിൽ ഇത് അപ്പാപ്പൻ്റെ വീടാറ്റേന്ന് തോന്നുന്നു. നമ്മളെ ഇവിടെ കിടത്താനുള്ള പരിപാടിയൊക്കെയാണ് ഇന്ന് തോന്നുന്നു. ഈ ക്രോവാറില്ല കമ്പി കഷ്ണമൊക്കെ ആണോന്ന് പറയണം. അടിയിലേക്ക് എന്തോ ഗുഹം പരിപാടിയൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ ഇത് നമ്മ വന്ന നമ്മളെ കയറി കഴിഞ്ഞാൽ ഗൈസ് ഇവിടെ സ്വിച്ച് ഉണ്ട്. നമുക്ക് തള്ളേനെ അപ്പാപ്പനെ അതിൻ്റെ ഉള്ളിട്ട് കൊണ്ട് നടക്കാം. അപ്പൊ ഐറ്റം വന്ന ഐറ്റത്തിന് ഒരു തലക്കൊരടി പറഞ്ഞില്ല അപ്പോഴേക്കും പാപ്പൻ. പക്ഷെ നമ്മളെ കിട്ടൂല, അത് വേറെ നമ്മളങ്ങനെ കിട്ടുന്നില്ല. നമ്മ വഴി വെട്ടി വന്നവനാണ്. ഗ്ലാസ് ഫ്യൂസ് ഒക്കെ ഉണ്ട്. എടാ ഇവിടെ ഒളിച്ചിരിക്കാന് ഗൈസ് അയാള് ഇങ്ങോട്ട് വരുമോ ഇല്ലെന്ന് നമുക്കൊന്ന് അറിയണം. അതുവരെ നമുക്ക് കുഞ്ഞിരിക്കാം. അതുവരെ നമുക്ക് ഇവിടെ ഒന്ന് തപ്പി നോക്കാം. ഗൈസ് പുള്ളിക്കാരനെ ഇങ്ങാടൊന്നും കണ്ടില്ല. അപ്പം നമുക്ക് അങ്ങാട് തന്നെ കയറിച്ചല്ല, അതേ വഴിയുള്ളൂ. ഇങ്ങാട് വന്നില്ലെങ്കിൽ നമ്മ അങ്ങാട് കയറിച്ചില്ലും. അതാണ് നമ്മുടെ മാസ്. ഗൈസ് ഇതുവരെ എല്ലാം ഓക്കെയാണ്. നമ്മ അതേ ഒറ്റ മൈൻഡിൽ അങ്ങ് കയറിച്ചല്ലാണ്. അങ്ങേര് ഇവിടെയൊക്കെ തന്നെ ചുറ്റിക്കറങ്ങി അടക്കണ്ടാവും. ഗൈസ് ഒരേ ഒരു വഴിയുള്ളൂ, നമുക്കിത് ഇവിടെ ഡ്രോപ്പ് ചെയ്യാം. അങ്ങേരെ എന്തായാലും ഇങ്ങോട്ട് വരും. അയ്യോ ഗ്രാനി തുറന്നു നോക്കണുണ്ട്. അങ്ങേരുണ്ട്. അപ്പാ പോയി ഗൈസ് ഒക്കെ നമുക്ക് മറിച്ചിട്ട് തല്ലിത്തറക്കാം. അമ്മമാരായിട്ട് കുറച്ച് കളിപ്പിക്കാം. ഗൈസ് അങ്ങനെ നമ്മളെ പിടിക്കരുത്. അയ്യോ ഗൈസ് തുറന്നു വരുമോ? ഇല്ല കണ്ണു പൊട്ട. അയ്യോ ഗൈസ് അങ്ങനെ ഒരു തന്ത്രപരമായ സ്ട്രാറ്റജി നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് മാസിനുള്ള വഴി വെട്ടാൻ പോയാണ്. നമുക്കതൊന്ന് പ്രയോഗിച്ച് നോക്കാം. കഴിഞ്ഞ് ഈ സൗണ്ട് കേട്ട് ആ തള്ളയും കൂട്ടരും ഇങ്ങോട്ട് ഇറങ്ങി വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മുടെ ഇതിവിടെ ഒളിച്ചിരുന്ന് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്യും. അപ്പം അവർ വരുമ്പോഴേക്കും നമ്മ ഓടി പൊക്കത്തേക്ക് കയറും. അതാണ് നമ്മുടെ ഗൈസ്. അങ്ങനെ പുള്ളിക്കാരൻ നമ്മ പറഞ്ഞ പോലെ വന്നിട്ട് അയ്യോ പിടിച്ചു. അപ്പോൾ ഗൈസ് നമ്മ വീണ്ടും നല്ലത് പ്രതീക്ഷിച്ച് മുന്നേറാനുള്ള പരിപാടിയിലാണ്. നമ്മ നന്നാകാനുള്ള പരിപാടി. നന്നായി ഗൈസ് നമ്മ സ്ട്രാറ്റജി അങ്ങനെ വിട്ടുകൊടുക്കൂല. ഗ്രാനി വരും, തന്ത്രപരമായിട്ട് നീങ്ങും. ഇപ്രാവശ്യം അത് വർക്കാവുന്ന തോന്നണത്. നമുക്കിത് ഇവിടെ നൈസായിട്ട് മറിഞ്ഞ് നിന്ന് നോക്കാം. ഗൈസ് പുറകെ നിന്ന് പറയാം. ടെൻഷൻ പന്നി സബ് ഗൈസ് നിങ്ങൾ സബ് ചെയ്തിട്ട് കാണാം. സബ് ചെയ്തിട്ട് കണ്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു രസം ഉണ്ടാവില്ല. നിങ്ങൾ സബ് ചെയ്തിട്ട് തന്നെ കാണണം. ദേ പോണത് അപ്പാപ്പന് നടുവിന് വാദമുണ്ടെന്ന് നമ്മ മൈൻഡ് ചെയ്യണ്ട. നമുക്ക് പോയി. ഗൈസ് ഇപ്രാവശ്യം നമ്മുടെ ഐഡിയ വർക്കായിട്ടുണ്ട്. നമ്മ പറഞ്ഞ പോലെ തന്നെ ഇനി നമുക്ക് നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് നീങ്ങാന്നല്ലാണ്ട് വേറെ വഴിയില്ല. അപ്പൊ നമ്മ സെക്യൂരിറ്റി റൂം നോക്കിയാ പോണത്. അങ്ങോട്ടേക്ക് നമുക്ക് വിടാം. സെക്യൂരിറ്റി റൂമിൽ കയറി നമ്മ സെക്യൂരിറ്റിയാണ് ഗൈസ്. ഇവിടെ നമുക്ക് സെക്യൂരിറ്റി റൂം ഇതാണ് ഗൈസ്. തുറക്കണമെങ്കിൽ സെക്യൂരിറ്റി കീ വേണം. നമുക്ക് നേരെ ഒന്ന് സ്റ്റൺ ഗൺ എടുക്കാം. ഗൈസ് ഇവിടെ സ്റ്റൺ ഗണ്ണൊക്കെ ഉണ്ടെന്നാ പറയണത്. ഗൈസ് ഇവിടെ എന്തോ സ്പാനറൊക്കെ വെച്ചിട്ട് സ്റ്റൺ ഗൺ കിട്ടിയില്ല ഗൈസ്. ഇതിന് ഗൈസ് ഇവിടെ നമ്മളെ പണിക്കാരനായിട്ട് നിർത്തിയേക്കണം. സ്പാനറൊക്കെ വെച്ചിട്ടുണ്ട്. എന്തോ റെഞ്ചെടുത്തിട്ട് കസേര തല്ലിത്തറത്തിട്ടുണ്ട്. ഗ്രാൻഡ് പണിയായിരിക്കും. ഓ ഇത് കട്ടില്ല. ഗൈസ് ഇവിടെ അടിയിൽ എന്തോ വെന്റും പരിപാടിയൊക്കെ ഉണ്ട്. അതിന്റെ എങ്ങാട് എത്തണേന്ന് പറയില്ല. അവന്റെ കടച്ചിട്ടേക്കണ ഗൈസ്. ഇന്ത്യ കൂടി പോകാൻ പറ്റില്ല ഗൈസ്. നമുക്ക് ഗ്രാൻഡ് പേയും കൂടെ ചെറുതായിട്ടൊന്ന് പറ്റിച്ചത്രയുള്ളൂ. ഗ്രാൻഡ് ഫ്രെയിം പണിയാണ് ഇത് എടുക്കാൻ. ഇത് പെട്ടിയാലോ അയ്യടാ. നമ്മ തന്ത്രപരമായിട്ട് നീങ്ങും. തന്ത്രപരമായി തന്ത്രത്തിൽ കയറി മാസ് വന്നാ. അങ്ങനെ ഇപ്രാവശ്യമെങ്കിലും നല്ലതാവോന്ന് പ്രതീക്ഷിച്ച് നമ്മ അങ്ങോട്ട്. പക്ഷെ നമ്മ എന്താവോന്ന് അറിയാൻ പാടില്ല. ഗൈസ് നിങ്ങ ഭയങ്കര ആവേശത്തോടെ ഇരിക്കും ഞങ്ങൾക്കറിയാം. അപ്പൊ നിങ്ങൾ സബ്ബൊക്കെ അടിക്കാണ്ട് ഇങ്ങനെ ഇരിക്കരുത്. ആവേശം തന്നെ സബിലും കാണണം. അതെ ഗൈസ് നിങ്ങൾ കാണുന്ന അതേ ആവേശം തന്നെ സബിലൊക്കെ കാണണം. ലൈക്കും ചെയ്തോ.
നമുക്കിത് പവറാക്കാം. അപ്പാപ്പൻ പോയി ഗൈസ്. അപ്പാപ്പൻ പോയിട്ടുണ്ട്, തലക്കൊരടി കൊടുക്കണം, തള്ളയും പോയിട്ടുണ്ട്. അതാണ് നമ്മുടെ ലക്ഷ്യം. വീണ്ടും നമ്മുടെ ടാർഗറ്റ് വർക്കായി. ഇനി അടുത്ത ടാർഗറ്റ് വർക്കായാൽ കൊള്ളാന്നുണ്ട്. അപ്പോൾ അതിനുള്ള മുന്നേറ്റമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കണത്. മുന്നേറി ഇവിടെ അപ്പാപ്പൻ പിയാനോ ഒക്കെ വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞൂടാ, പുള്ളിക്കാരൻ ഇതേ ടൈമിൽ പിയാനോ അറിഞ്ഞൂടാ. ഗൈസ് നമുക്കവിടെ ഇതെന്താണ് എന്തോ കയറ് കാലി ചുറ്റി ആള് പെട്ടിയായിട്ടുണ്ട്. ഗൈസ് അങ്ങനെ പയ്യൻ വീണ്ടും കുതിച്ചെണീച്ചുണ്ട്. കുതിച്ചെഴുന്നേപ്പാണ് ഈ പയ്യന്റെ മുന്നേറ്റം. ഇപ്പൊ ചോരയിൽ മുങ്ങിയാ കുതിച്ചെണീറ്റ്. പാവം പട്ടിണിയുമായിരുന്നു, തീറ്റയും കിട്ടിയിട്ടില്ല. ഇപ്പൊ ചോരയിലടിച്ച് കുളിപ്പിച്ചു വിട്ടുണ്ട്. നമ്മ ഒന്നും കൂടി റിവൈവ് ചെയ്യാനുള്ള പരിപാടിയാണ് ഗൈസ്. ഇപ്രാവശ്യമെങ്കിലും വർക്കാവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മ രണ്ടും കൽപ്പിച്ച് നമ്മ അങ്ങോട്ട് മുന്നേറാൻ പോണാണ്. ഇപ്പൊ നടുവിന് വാദമുള്ള പുള്ളിക്കാരൻ പോവും. ആ പുള്ളിക്കാരനാണെങ്കിൽ വയസ്സായിട്ടും അനങ്ങാണ്ടിരിക്കാൻ വയ്യ. കുരുവാണ് അയാൾക്ക്. മൂട്ടിനൊരു അടി കൊടുത്താൽ മതി. കഴുത്തില് താക്കോലും തള്ളച്ചിയും എല്ലാം പോകുമ്പോ തന്നെ ഒരു തോക്കില്ലാണ്ട് അങ്ങേരുടെ നമുക്ക് പുറത്തെടുക്കാനും പറ്റൂല. ഗൈസ് ഇപ്രാവശ്യമെങ്കിലും വർക്കായാൽ മതി. അങ്ങേരെയും വെടിവെക്കണം, ആദ്യം അവരെയും വെടിവെക്കണം. ഗൈസ് ഈ ഫോട്ടോ കാണുമ്പോൾ തന്നെ ആദ്യം പേടിയാണ് നമുക്ക്. ഈ ഫോട്ടോ ഒക്കെ പണി ഇവിടെ ചിക്കൻ കാലൊക്കെ ഉണ്ട്. പാവം ആകെ വിശന്നിരിക്കുന്നു. ചിക്കൻ കാല് ദയാണിച്ച് വന്നു. പക്ഷെ നമ്മൾ ചെറുതായിട്ട് സ്പീഡ് റൺ മൈൻഡിലേക്ക് കയറാണ്. നമ്മൾ ഇതുവരെ നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്. ഗ്രാനി വന്ന പണിവാളും ഗ്രാനി വന്നാൽ പെട്ടിയും കിടക്കുകയും വെച്ച് പോകാന്നല്ലാണ്ട് വേറൊരു പണിയുമില്ല. നമുക്ക് ഇവിടെ നിന്നൊന്നും കിട്ടിയില്ല ഗൈസ്. ഹൈലൈറ്റ് അതാണ്. അയ്യോ ഗൈസ് നമ്മളറിയാണ്ട് മണിയടിച്ച് അയ്യോ ഗൈസ് മിക്കവാറും മുജി കട്ടിലിന്റെ അടിയിൽ. ഇവിടെ എന്തായാലും കട്ടിലിന്റെ അടിയിൽ വിളിക്കാം ഗൈസ്. അപ്പൊ നമ്മ റിവൈവ് ആയി. പിന്നെ കാത്തിരുന്നിട്ട് വന്നില്ല ഗൈസ്. അവര് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മ ഒരു ദിവസം ഗ്രാനിനോട് വീണ്ടും കടം ചോദിക്കേണ്ടി വരും. ഒരു പ്രാവശ്യം കെഞ്ചി ചോദിക്കണം. ഇവിടെ നമ്മ സെക്യൂരിറ്റി റൂമിൽ വെപ്പൺ കീ തുറക്കണം ഐറ്റം ഒക്കെ ഒന്ന് നോക്കാൻ വേണ്ടി നിന്നു. ഇവിടെ ചിക്കൻ കാല് മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച്. ഗൈസ് അങ്ങനെ ഗ്രാനിനോട് നമ്മ ഒരു 5 ദിവസം എക്സ്ട്രാ കടം ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഗ്രാനി പറഞ്ഞ് രാത്രി ലൈറ്റൊക്കെ ഓഫ് ചെയ്തോളെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് ഇരുട്ടായി. നമ്മ ഇരുട്ടത്ത് കളിക്കേണ്ടി വരുമെന്നാണ് ചെറുതായിട്ട്. ഗ്രാനി കടം ചോദിച്ചിട്ട് ഒന്നും തന്നൂല്ല. എന്തോ കിട്ടിയിട്ടുണ്ട്. ഇവിടെ എന്തോ ഡോറിലോ കിട്ടിയിട്ടുണ്ട്. ഞാനൊരു മിഠായിയുടെ അത്രേ ഉള്ളൂ. പോയിട്ടുണ്ട് ഗൈസ്. അവിടെ നിന്ന് നമുക്കിനി വേണമെങ്കിൽ ഉറങ്ങാൻ പോയിട്ടുണ്ടാവും. ഗ്രാനി നമ്മളെ കബളിപ്പിക്കാനുള്ള പരിപാടി. നമ്മ 5 ദിവസം നമ്മളെ പെട്ടിയിലാക്കിയിട്ട് പോകുള്ളൂ. ഗൈസ് അങ്ങനെ ലാസ്റ്റ് ദിവസമാണ് ഗൈസ്. കടം ചോദിച്ച് ഇനി നീട്ടി തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഇതും കൂടി എന്തെങ്കിലും ചെയ്തിട്ട് കൊള്ളാൻ പറഞ്ഞു. അതെ ഗൈസ്, ഇതും കൂടെ ഉള്ളത് കൊണ്ട് വേണം പോലെ എന്ന് പറഞ്ഞ് പോകാൻ പറഞ്ഞു. കടം ചോദിച്ചാൽ പക്ഷെ നമ്മ അങ്ങനെ വിട്ടുകൊടുക്കൂല. നമ്മ ഈ ലാസ്റ്റ് ട്രൈ ആയിട്ട് തന്നെ കാണും ഗൈസ്. ഡോർ ലോക്ക് എങ്കിൽ ഡോർ ലോക്ക് ഉള്ളത് കൊണ്ട് വേണം പോലെ. ഈ ലോക്ക് വെച്ച് ചിലപ്പോൾ അത് മതിയാവൂല. ഇനി നമ്മുടെ ഡോർ കുത്തിപ്പൊളിക്കാണ്ടി വരും. ചപ്പാപ്പനും ഇല്ല, തള്ളയും ഇല്ല. ഇറങ്ങി പോയിട്ടുണ്ട്. ഇപ്പൊ നമ്മ സേഫായി. ഇനി നമുക്ക് നേരെ അങ്ങോട്ട് കയറി ചെല്ലില്ല. എന്നിട്ട് സംഭവം ലാസ്റ്റ് ഡേ ആണ്. നമ്മൾ ഇത്തിരി കൂടെ കെയർഫുൾ ആവേണ്ടി വരും. ഫ്രണ്ടിലൊക്കെ നോക്കിയാൽ ഇവിടെ ഇങ്ങൊന്നുമില്ല ഗൈസ്. ബാത്റൂമിലൊക്കെ ചോര ഛർദ്ദിച്ചിട്ടുണ്ട്. എന്താണ് ഗ്രാൻഡ് പേ ആണോ? അല്ല ഫ്യൂസ് കിട്ടി ഗൈസ്. ഫ്യൂസ് കിട്ടി, ഗ്ലാസ് ഫ്യൂസ് കിട്ടിയുണ്ട്. അപ്പാപ്പൻ പുറകെ ഉണ്ട്. അപ്പാപ്പൻ ഇരുട്ടാണ് കണ്ടുകൊണ്ടുകൂടാ. അയ്യോ ഗൈസ് മിക്കവാറും അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ഗൈസ്. ചാമാരെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ തന്നെ വരെ ബൈ.